തിരുവനന്തപുരം കല്ലമ്പലത്ത് 7 വയസ്സുകാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 79 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളിയെയാണ് വർക്കല അതിവേഗ കോടതി ശിക്ഷിച്ചത്. കേസ് 377 IPC പ്രകാരം 9 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും, സെക്ഷൻ 4(3)(a) പോക്സോ ആക്ട് പ്രകാരം 30 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും, സെക്ഷൻ 6(5)(m) പ്രകാരം പോക്സോ ആക്ട് പ്രകാരം 40 വർഷം ശിക്ഷയും 50,000 രൂപ ഫൈനും ആണ് ഇപ്പോൾ ശിക്ഷിച്ചിട്ടുള്ളത്. അതായത് മൊത്തം 79 വർഷം ശിക്ഷ, 79 വർഷവും 1.5 ലക്ഷം രൂപ ഫൈനുമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ 40 വർഷം ഏറ്റവും കൂടുതൽ ശിക്ഷാകാലം 40 വർഷം കിടന്നാൽ മതിയാവും. ഈ ഫൈൻ എമൗണ്ട് 1 ലക്ഷം രൂപ ഈ കുട്ടിക്ക് കൊടുക്കാനായിട്ട് കോടതി ഉത്തരവ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫർദർ കോമ്പൻസേഷൻ കുട്ടിക്ക് കൊടുക്കുന്നതിനായിട്ട് DLSCക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അഭിലാഷ് ആറ്റിങ്ങൽ നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, അസാധാരണമായ ഒരു കോടതി വിധിയാണ്. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒപ്പം തന്നെ ഈ കേസിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? സുജിത്ത്, ഇത് 2019 കല്ലമ്പലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. മകന്റെ സുഹൃത്തിനെ വീട്ടിലെത്തിച്ച് ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ്. കുട്ടിയുടെ മാതാപിതാക്കളാണ് കല്ലമ്പലം പോലീസിൽ ഇതുമായി സംബന്ധിച്ച് പരാതി അന്ന് നൽകിയിരുന്നത്. അപ്പോൾ തന്നെ പോലീസ് ഈ പ്രതിയെ പിടികൂടിയിരുന്നു. അതിനുശേഷമാണ് കോടതി നടപടികളിലേക്ക് പോയത്. എന്തായാലും 6 വർഷത്തിന് ഇപ്പുറം ഈ വിധി വരുമ്പോൾ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം 9 വർഷം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ചുമത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പോക്സോ വകുപ്പ് പ്രകാരം ഒരു 30 വർഷം കഠിന തടവും 50,000 പിഴയും, പിന്നെ ഈ പോക്സോ നിയമം 6-ാം വകുപ്പ് പ്രകാരം 40 വർഷം കഠിന തടവ് കൂടി ഇപ്പോൾ ചുമത്തിയാണ് വർക്കല അതിവേഗ കോടതി ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 6 വർഷം പൂർത്തിയാക്കും അതിവേഗത്തിൽ തന്നെ ഈ കുടുംബത്തിന് നീതി കിട്ടി എന്ന് പറയാൻ കഴിയും. സജിത്ത്, അസാധാരണ വിധിയാണ് ഉണ്ടാകുന്നത്. 79 വർഷമാണ് മൊത്തത്തിൽ ഇയാൾ ശിക്ഷ അനുഭവിക്കേണ്ടത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന പരാതിയിലാണ് 1.5 ലക്ഷം രൂപ പിഴയും ഒപ്പം 79 വർഷം തടവും വിധിച്ച് കോടതി ഉണ്ടായിരിക്കുന്നത്. ആറ്റിങ്ങൽ വലിയകുന്ന് സ്വദേശി മുരളിയാണ് ഈ കേസിലെ പ്രതി. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച കോടതി വിധി ഉണ്ടാകുന്നത്. സുപ്രധാനമായ ഒരു കോടതി വിധിയാണ് ഈ സംഭവത്തിൽ ഉണ്ടായത്.